മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു. ബിഗ് മാളിൽ വെച്ച് നടത്തിയ സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. MES മുന്നോട്ട് വയ്ക്കുന്നത് സമതുല സിദ്ധാന്തമല്ല, മറിച്ച് സമ അടുപ്പ് സിദ്ധാന്തമാണെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി അഥവാ MESന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MESന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും അകൽച്ചയില്ല, അടുപ്പം മാത്രമേയുള്ളൂ. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സംവിധാനമാണ് MES. ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വഭാവത്തിലാണ് MES പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പണ്ടേ തകരുമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഫസൽ ഗഫൂർ മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസത്തിലുണ്ടായ മുന്നേറ്റമാണ് MES നവോത്ഥാനത്തിന് നൽകിയ ഏറ്റവും വലിയ പങ്കെന്നും കൂട്ടിച്ചേർത്തു. ഇവിടെ രണ്ട് MLA-മാരെന്റെ മുമ്പിലിരിക്കുന്നുണ്ട്. അവർക്ക് വലിയ ഫിലോസഫി ഉള്ളവരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പശ്ചാത്തലത്തിൽ, മഹാത്മാഗാന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ഒരു MLA, മറ്റൊരാൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഫിലോസഫിയിൽ ഇരിക്കുന്നവരാണ്. അവരെ കുറെ പിള്ളേർ ഇരുന്നിട്ട് അവർ പാടപ്പെടും. വേണ്ട, ഇനി നമ്മൾ ആലോചിക്കാം, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഹിന്ദുത്വ ഒരു ഫിലോസഫി തന്നെയാണ്, അവരുടെ ഫിലോസഫിയാണ് നമ്മൾ അതിനകത്ത് ഫിലോസഫി തന്നെയാണ്. അതൊന്നും അല്ലാതെ അവിടെ ഡൽഹിയിൽ കൂട്ടം കൂടി ഇരുന്നിട്ട് കുറെ വാട്സാപ്പിൽ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ ഇത് പാസ്സാക്കുക, എന്തെന്ന് അങ്ങനെ ഇങ്ങനെ ജഡ്ജിമാരും അങ്ങനെ ചെയ്യാൻ പാടില്ല, സ്ത്രീകൾക്ക് 50% അത് കൊടുക്കണം, മറ്റേ പൂർവ്വമാറ്റം അങ്ങനെ പഠിച്ചല്ല, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. പൂർവ്വമാറ്റ നിയമം പാസ്സാക്കിയല്ലേ പാർലമെന്റ്. അതിൽ പൂർവ്വമാറ്റ നിയമത്തിൽ ഒരാൾ പോലും ഒരു പാർട്ടിയിൽ പോകാൻ പാടില്ല പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. ചടങ്ങിൽ MES ജില്ലാ പ്രസിഡന്റ് C മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ സ്വാഗതം പറഞ്ഞു. സംഘടനയുടെ മുൻ സംസ്ഥാന ഭാരവാഹിയായ ഡോക്ടർ KP മുഹമ്മദ് കുഞ്ഞിയെ സംസ്ഥാന പ്രസിഡന്റ് ആദരിച്ചു. മുൻ ജില്ലാ നേതാക്കളായ KS അബ്ദുല്ല, MB മൂസ എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ട്രോഫികൾ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനും കാസർഗോഡ് MB ഇന്റർനാഷണൽ സ്കൂളിനും സമ്മാനിച്ചു. അസീസ് അക്കരയ്ക്ക് മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള പുരസ്കാരവും നൽകി. ഉദുമ MLA K നീലകണ്ഠൻ, കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർക്കും പരിപാടിയിൽ ആദരവ് നൽകി. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രബന്ധം അവതരിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, നീലേശ്വരം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി എന്നിവർ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളായ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സർവകലാശാല റാങ്ക് ജേതാക്കൾക്കുമുള്ള ഉപഹാര സമർപ്പണം നടത്തി. MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ CT സക്കീർ ഹുസൈൻ എന്നിവരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. E ഹമീദ് ഹാജി, കുഞ്ഞമുഹമ്മദ് ഹാജി പാലക്കി, MBM അഷ്റഫ്, PM നാസർ, KC ഇർഷാദ്, മവൽ മുഹമ്മദ് മാമു, BM മുഹമ്മദ് കുഞ്ഞി, BK സാലിം ബേക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നിസാർ പുറവാട്, മുജീബ് പട്ല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.